أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സ്നേഹധന്യരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അതിൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകത്ത് തർക്കമില്ലാത്തൊരു വിഷയമാണ് മരണം. ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ദൈവവിശ്വാസിയാണെങ്കിലും ദൈവനിഷേധിയാണെങ്കിലും മനുഷ്യർക്കിടയിൽ തർക്കമില്ലാത്ത, അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമാണ് മരണം. ജനിച്ചാൽ മരിക്കുമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പാണ്. കാരണം ഇവിടെ ജനിച്ചവരാരും മരിക്കാതെ കാലാകാലം ജീവിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്നൊരു കിംവദന്തി ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ യുദ്ധക്കളത്തിൽ പരക്കുകയുണ്ടായി. ചില മുനാഫിഖീങ്ങളായ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന കിംവദന്തി പരത്തി യുദ്ധക്കളത്തിൽ. ദുർബല വിശ്വാസികളായ ആളുകളും ഈ വർത്തമാനം കേട്ടിട്ട് ആകെ ബേജാറിലായി. എങ്കിൽ ഇനി നമുക്ക് യുദ്ധം ചെയ്യേണ്ടതില്ല, പ്രവാചകൻ കൊല്ലപ്പെട്ടുവെങ്കിൽ എന്തിനാണ് ഇനി നമ്മൾ യുദ്ധം ചെയ്യുന്നത്, നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം എന്ന തരത്തിലുള്ള ചർച്ചകളെല്ലാം അവിടെ ഉണ്ടായി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ച ആയത്താണ് 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിന്റെ 144-ാമത്തെ വചനം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മുഹമ്മദ് അല്ലാഹുവിന്റെ ഒരു റസൂൽ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. അദ്ദേഹത്തിന് മുമ്പ് പല ദൂതന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫഇൻ മാത ഔ ഖുതില ഖലദതും അലാ അഖാബികും വമൻ യൻഖലിബ അലാ അഖബൈഹി ഫലൻ യദുറല്ലാഹു ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. ഏതെങ്കിലും ഒരു പ്രവാചകൻ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തുവെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മടമ്പുകാലിലേക്ക് തിരിച്ചു പോകുന്നത്? അഥവാ നിങ്ങളുടെ ആദർശം പണയപ്പെടുത്തി നിങ്ങൾ എന്തിനാണ് പിറകോട്ട് പോകുന്നത് എന്ന വചനത്തിന്റെ അവതരണ പശ്ചാത്തലം അതായിരുന്നു. ഇവിടെ ജനിച്ചവരാരും മരിക്കാതിരുന്നിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒഴിച്ചു. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു മരണമുണ്ട്. ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുനരാഗമനം. അദ്ദേഹം ഇവിടെ വരികയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുകയും അവസാനം ഈ ഭൂമിയിൽ വെച്ച് തന്നെ മരണപ്പെടുകയും വിശ്വാസികൾ അദ്ദേഹത്തിന്റെ മേൽ ജനാസ നമസ്കാരം
മരിക്കാതിരിക്കാൻ കഴിയില്ല. മരിക്കാതെ ദുനിയാവിൽ കാലാകാലം ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഏത് മനുഷ്യനാണ് അങ്ങനെ ഒരു മോഹം ഉണ്ടാകാത്തത്? ദുനിയാവിൽ മരിക്കാതെ കാലാകാലം ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ചിന്തിക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും ഒരുപക്ഷെ കുളിര് പോരുന്ന അവസ്ഥയായിരിക്കും. ഒരാൾക്കും അതിന് കഴിയില്ല. നാം എത്ര ആഗ്രഹിച്ചാലും എത്ര പ്രതീക്ഷിച്ചാലും എത്ര നേരം അള്ളാഹുവോട് റബ്ബേ എന്നെ നീ മരിപ്പിക്കല്ലേ 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 എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വെറും മൂഢമാണ്, അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. മരിക്കാത്തതായി ലോകത്ത് ഒരാൾ മാത്രമാണ് ഉണ്ടാവുക. അതാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അവനല്ലാതെ ഇലാഹില്ല, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അവനെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ല, മയക്കമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല, അലസതയില്ല, മടിയില്ല, ഒന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പിടികൂടുകയില്ല. അല്ലാഹുവിന് പുറമേയുള്ളതെല്ലാം അവന്റെ സൃഷ്ടിയാണ്. ഞാൻ ഓതി വെച്ച 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിന്റെ 185-ാമത്തെ വചനം. ആ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തിന്റെ രുചി അറിയുന്നതാണ്. മനുഷ്യൻ മാത്രമല്ല, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കാനുള്ളതാണ്. ഇവിടെ നശിക്കാത്തതായി ബാക്കിയാകുന്നത് നിന്റെ റബ്ബിന്റെ വജ്ഹ് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ഓതിത്തരികയാണ്. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അൽ ഹയ്യ്. ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവിന് പുറമേയുള്ളതെല്ലാം നശിക്കാനുള്ളതാണ്. ഇനി അല്ലാഹുവിന് പുറമെ നശിക്കാതെ മരിക്കാതെ കാലാകാലം ഇവിടെ ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അങ്ങനെ ജീവിക്കേണ്ട വ്യക്തി ആരാണ്? അസ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കണമായിരുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനെയും നാം ഇവിടെ ശാശ്വതനാക്കിയിട്ടില്ല. എന്നിരിക്കെ നബിയെ, താങ്കളും മരിക്കുന്നതാണ്. അങ്ങനെ പ്രവാചകരെ, താങ്കൾ മരിച്ചാൽ ബാക്കിയുള്ള ആളുകൾ ഇവിടെ നിത്യജീവികളായിരിക്കും എന്നാണോ അവർ വിചാരിക്കുന്നത്? എന്നാണോ അവർ കരുതുന്നത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിത്തരികയാണ്. അപ്പോൾ അല്ലാഹുവിന് പുറമെ മരിക്കാതെ കാലാകാലം ഇവിടെ ആരെങ്കിലും ജീവിക്കുമായിരുന്നുവെങ്കിൽ അങ്ങനെ ജീവിക്കേണ്ട വ്യക്തി ആരാണ്? നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതാണ് ഒരു കവി പറഞ്ഞത്, ലൗ കാനത്തി ദുനിയാ തദൂമു ലി വഹീദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലും ശാശ്വതനാക്കുമായിരുന്നുവെങ്കിൽ അങ്ങനെ മരിക്കാതെ കാലാകാലം ഇവിടെ ജീവിക്കേണ്ട വ്യക്തിയാരാ? ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കണമായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഇവിടെ നിന്ന് വഫാത്തായി പോയി. റബീഉൽ അവ്വൽ 12-ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിന്റെ പ്രവാചകൻ അസ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ മരണ സന്ദർഭം മാത്രം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. ആ സമയത്തെ സാഹചര്യം, സ്വഹാബത്തിന്റെ മാനസികാവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാഴ്ചയോളം, ദിവസങ്ങളോളം പനി പിടിച്ച് സുഖമില്ലാതെ കിടപ്പിലായി, രോഗം മൂർച്ഛിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. സ്വഹാബത്ത് ആകെ പരിഭ്രാന്തരായി. അവർക്കിടയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. ചില ആളുകൾക്ക് പ്രവാചകന്റെ മരണം നേരിൽ കണ്ടിട്ട് പോലും അംഗീകരിക്കാനും വിശ്വസിക്കാനും
പ്രവാചകരെ, താങ്കൾക്ക് അല്ലാഹു രണ്ട് മരണം തീരുമാനിച്ചിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. എല്ലാവരെയും പോലെ ഒരേ ഒരു മരണം. ആ മരണം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ശാന്തനാകുന്നില്ല. ഉടൻ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ സിദ്ദീഖുൽ ആദം പറഞ്ഞ ഒരു വാചകമാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, മൻ കാന യഅബുദു മുഹമ്മദ, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫൈന മുഹമ്മദൻ ഖദ് മാത, തീർച്ചയായും മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുകയാണ്. വമൻ കാന യഅബുദുല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫൈനല്ലാഹ, തീർച്ചയായും അല്ലാഹു ഫിസ്സമായി, ആകാശലോകത്ത് ഉപരിലോകത്ത്, ഹയ്യുൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ലാ യമൂത്ത്, അവൻ മരിക്കുകയില്ല. തന്റെ പ്രസംഗത്തിൽ ഈ നിലയ്ക്കുള്ള വിശദീകരണങ്ങളെല്ലാം നൽകിയിട്ടും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല. ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂറത്ത് ആൽ ഇംറാനിന്റെ 144-ാമത്തെ ആയത്ത് ഓതി കൊടുത്തു. ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അവതരിച്ച ആ വചനം. അത് കേട്ടപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ശാന്തനായത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ ആയത്ത് ഇപ്പോൾ ഇറങ്ങിയതുപോലെ എനിക്ക് തോന്നി എന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു അല്ലാത്തതെല്ലാം നശിക്കാനുള്ളതാണ്. എല്ലാവരും മരണത്തിന്റെ രുചി നന്നായിട്ട് അറിയുന്നതാണ്. മരിക്കാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതാണ് ആമുഖമായി ഓതി വെച്ച സൂറത്ത് ആൽ ഇംറാനിന്റെ 185-ാമത്തെ വചനം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തിന്റെ രുചി അറിയുന്നതാണ്. വൈന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, കർമ്മഫലങ്ങൾ, അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി നിറവേറ്റി തരപ്പെടുന്നത് ഖിയാമത്ത് നാളിലായിരിക്കും. ആ സന്ദർഭത്തിൽ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആർ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടുവോ, സ്വർഗ്ഗപ്രവേശനം കരസ്ഥമാക്കിയോ, തീർച്ചയായും അവൻ വിജയിച്ചു. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവ്, ഈ ഐഹികമായ ജീവിതം നിങ്ങളെ കബളിപ്പിക്കുന്ന, പറ്റിക്കുന്ന, ചതിക്കുന്ന ഒരു താൽക്കാലിക ചരക്ക് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓതി തരികയാണ്. നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്, ജീവിതം കുറേ ഉണ്ട്, ഞാൻ ഇനിയും കുറേ ജീവിക്കാനിരിക്കുന്നു, ഞാൻ ജീവിതം ഇനിയും ഒരുപാട് പഠിക്കാനിരിക്കുന്നു. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ കാലാകാലം ജീവിക്കുന്നു എന്ന ഒരു തോന്നലാണ് ഈ ഭൗതികമായ ജീവിതത്തിന്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിലിനിടയിൽ എന്റെയും നിങ്ങളുടെയും മനസ്സുകൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മുറ്റത്ത് ഇലന്ത മരത്തിന്റെ പേരിൽ തലവെച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അങ്ങോട്ട് കടന്നു വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദയനീയമായ ഈ കിടപ്പ് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. നോക്കുമ്പോൾ തന്നെ സമീപത്തിൽ നിന്ന് ഉമർ കരയുകയാണ്. പ്രവാചകൻ ചോദിച്ചല്ലോ, ഉമറെ, എന്തിനായി ഈ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അങ്ങയുടെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, മറ്റു നാട്ടിന്റെ ഭരണാധികാരികൾ കൊട്ടാര സുഖങ്ങളിൽ, രാജകീയ സൗകര്യങ്ങളിൽ കഴിയുന്നവരാണ്. എന്റെ പ്രവാചകൻ, ലോകത്തിന്റെ പ്രവാചകൻ, ഈ ഇലന്ത മരത്തിന്റെ വേലിയിൽ തലവെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ദയനീയമായ കാഴ്ച കണ്ടിട്ടാണ് പ്രവാചകരെ ഞാൻ കരഞ്ഞുപോയത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകമുണ്ട്, ഉമറേ, മാ ലീ വലിദുനിയാ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത ശജറതി റാഹ സുമ്മ തറക്കഹാ, ഞാൻ ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു വലിയ യാത്രക്കാരനായ മനുഷ്യൻ ആ യാത്രയിൽ ഒരു മരത്തിന്റെ ചോട്ടിൽ തനിക്ക് യാത്രാക്ഷീണം തോന്നിയപ്പോ ഒരു മരത്തിന്റെ തണലിൽ തണലാസ്വദിക്കുകയാണ്. ക്ഷീണം മാറിയപ്പോ ആ മനുഷ്യൻ തന്റെ യാത്രയുടെ ഭാഗമെന്നോളം ആ മരത്തിന്റെ തണലിനെ ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും യാത്ര പോകുന്നുവെങ്കിൽ ആ യാത്രക്കാരൻ ക്ഷീണം മാറ്റാനായി മരത്തിന്റെ ചുവട്ടിൽ ചിലവഴിച്ച തുച്ഛമായ സമയം, അതാണ് എന്റെയും നിങ്ങളുടെയും ദുനിയാവിന്റെ ജീവിതം എന്ന് പറയുന്നത്. അത്ര നിസ്സാരം, നൈമിഷികമാണ്, താൽക്കാലികമാണ്, പെട്ടെന്ന് തീർന്നു പോകും, ധൃതിയിൽ കടന്നു പോകും, വേഗത്തിൽ കാലിയായി പോകും. അതാണ്
ഇന്നും നമുക്കറിയാം ഈ സമയം വരെ ആ ലോറി ഉയർത്താനോ അതിനകത്ത് ആളുണ്ട് എന്ന് സ്ഥിരീകരിക്കാനോ ജീവനോടെയാണോ അതല്ലെങ്കിൽ മരണപ്പെട്ടിട്ടാണോ ഇന്നും ആ മനുഷ്യനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്ര നിസ്സാരനാണ് മനുഷ്യ. നമ്മളൊന്ന് ആലോചിച്ചു, എത്ര പ്രതീക്ഷയോടുകൂടിയായിരിക്കും ആ മനുഷ്യൻ ആ തടിലോറിയുമായി യാത്ര പോയത്, ആ കച്ചവട ചരക്കുമായി യാത്ര പോയത്. തന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു, ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, ആ മനുഷ്യൻ അറിയുന്നുണ്ടോ, ഞാൻ ഈ ഡ്രൈവ് ചെയ്തു പോകുന്നത് ഇതാ എന്റെ മരണം എന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ആ മനുഷ്യൻ തിരിച്ചറിയുന്നുണ്ടോ? 2 ആഴ്ച മുമ്പ് 40 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ തൃശ്ശൂര് കൈപ്പമംഗലത്ത് ബുസ്താനുൽ ഉലൂം എന്ന സ്ഥാപനത്തിൽ അവിടെ ഖുർആൻ പഠിക്കാനായി മതപഠനത്തിനായി 14 വയസ്സുള്ള തന്റെ മകനെ ആ സ്ഥാപനത്തിൽ ചേർത്തിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് വെള്ളിയാഴ്ച ഇതുപോലെ ജുമാ സമയത്ത് പള്ളിയിൽ നിന്ന് ഖുതുബ കേട്ട് ജുമാ നമസ്കാരം നിർവഹിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് തന്റെ മകന് കോളേജ് 3 ദിവസത്തേക്ക് ലീവ് അനുവദിച്ചിരിക്കുകയാണ്. ജുമാ നമസ്കാരം കഴിഞ്ഞ് തന്റെ മകനെ വിളിക്കാനായി ബൈക്കിൽ അദ്ദേഹം യാത്ര പോവുകയാണ്. ഏകദേശം കൊടുങ്ങല്ലൂർ എത്തുമ്പോൾ തന്റെ മുന്നിലുള്ള കാറ് പെട്ടെന്ന് ബ്രേക്ക് ഇടുകയാണ്. ബൈക്കിൽ സഞ്ചരിച്ച തൊട്ടുപുറകിലുണ്ടായിരുന്ന അബ്ദുൾ റസാഖ് എന്ന ആ സഹോദരൻ, ആ ചെറുപ്പക്കാരൻ, നേരെ ആ ബൈക്ക് ഹെൽമറ്റ് വരെ ധരിച്ചുകൊണ്ട് യാത്ര ചെയ്ത ആ ചെറുപ്പക്കാരൻ കാറിന്റെ ബാക്കിലെ ചില്ലിൽ പോയി ഇടിക്കുന്നു. ഹെൽമറ്റും തലയും അടക്കം ചില്ല് പൊട്ടി കഴുത്തു വരെ, തല ഈ ഭാഗം മാത്രം കാറിനകത്തേക്ക് കയറി പോകുന്നു. ആ സമയത്ത് ആ ചില്ല് പൊട്ടി ചില്ലിന്റെ ഒരു കഷണം തന്റെ കഴുത്തിൽ ഇങ്ങനെ കീറി ഞരമ്പ് കട്ടായി പോയി. സ്പോട്ടിൽ ആള് കാര്യമാവുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്, ഞാൻ ഫിറ്റാണ്, ഫിറ്റ്നസ് ഒക്കെ ഓക്കെയാണ്, ശാരീരികമായി പ്രത്യക്ഷത്തിൽ എനിക്കൊരു കുഴപ്പമില്ല, ക്ഷീണമൊന്നുമില്ല, തളർച്ചയൊന്നുമില്ല, തലകറക്കൊന്നുമില്ല, അതല്ലെങ്കിൽ ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ചെക്കപ്പ് ഒക്കെ നടത്തി ഞാൻ ഓക്കെയാണ് എന്നാണ് നമ്മുടെ ഒക്കെ തോന്നൽ. ഏത് സമയത്ത് എപ്പോ എങ്ങനെ രാവിലെ നടക്കാനിറങ്ങിയ മനുഷ്യനാണ് കുഴഞ്ഞു വീണ് മരിച്ചു. ഡോക്ടറെ പോയി കണ്ടു, ചെക്കപ്പ് ചെയ്യൂ. ഡോക്ടർ പറഞ്ഞു അസുഖങ്ങളൊക്കെ കൂടുതലാണ്, അതുകൊണ്ട് നടക്കണം. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയി. ആ നടത്തത്തിനിടയിലാണ് ആ മനുഷ്യൻ പോകുന്നത്, യാത്ര പോകുന്നത്. നമുക്കറിയാമോ, ഇന്നലെ മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്ത 21 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ എറണാകുളം പുല്ലേപ്പടി ദാറുൽ ഉലൂമിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ആ കുട്ടിയുടെ ഉമ്മ ആ പുല്ലേപ്പടി പള്ളി, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിൽ പുല്ലേപ്പടി പള്ളി അറിയാത്ത ഒരാൾ ഉണ്ടാവില്ല. ആ പള്ളി ക്ലീൻ ചെയ്യാൻ ആ കുട്ടി, ആ വിദ്യാർത്ഥിയുടെ ഉമ്മ ഇന്നും ആ പള്ളി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരിയാണ്. യാത്രയിൽ, ബൈക്ക് യാത്രക്കിടയിൽ ആ യുവാവും പിന്നിലുണ്ടായിരുന്ന 19 വയസ്സുകാരിയായ യുവതിയും രണ്ടുപേരും മരണപ്പെട്ടു. ഒരാൾ സ്പോട്ടിൽ തീർന്നു, ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയോ അവിടെ എത്തിയതിനു ശേഷമോ തീർന്നു. ഇതാണ് മരണം എന്ന് പറയുന്നത്. സ്വന്തം വീട്ടിൽ ബെഡ്റൂമിൽ കിടന്നുറങ്ങിയ മനുഷ്യൻ, ആ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മരിച്ചു കിടക്കുകയാണ്. എവിടെ നിന്നോ കയറി വന്ന ഒരു പാമ്പിന്റെ കടിയേറ്റ് തന്റെ വീട്ടിലെ ബെഡ്റൂമിൽ കിടന്നുറങ്ങിയ ആ മനുഷ്യൻ മരണപ്പെട്ടുവെങ്കിൽ അതാണ് പ്രവാചകൻ പറഞ്ഞത്, നീ ധരിക്കുന്ന നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപത്താണ് മരണം. ഇതൊരു ആലങ്കാരിക പ്രയോഗമല്ല. നമ്മളൊക്കെ ഈ പള്ളി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ കാലിൽ ചെരുപ്പണിയുമ്പോ നമ്മുടെ കാലിലേക്ക് നന്നായിട്ട് നമ്മളൊന്ന് നോക്കണം. എങ്ങനെയാണ് നോക്കേണ്ടത്? നമ്മുടെ ചെരുപ്പിന്റെ വാറ് നമ്മുടെ കാലിനോട് ഒട്ടിച്ചേർന്നാണ് കിടക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ ധരിക്കുന്ന നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപത്ത് നിന്റെ മരണമുണ്ട്. ഓരോ രാവും പകലും നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോ മരണം നമ്മിലേക്കും നാം മരണത്തിലേക്കും അടുത്തുകൊണ്ടിരിക്കുകയാണ്. വഹാദിഹി ദുനിയാ മുർതഹിലത്തുൻ ഗാഹിബ വഹാദിഹിൽ ആഖിറത്തു മുർതഹിലത്തുൻ ഖാദിമ. ദുനിയാവ് നിങ്ങളിൽ നിന്ന് പുറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു, ആഖിറം നിങ്ങളിലേക്ക് പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിമേ എപ്പോഴും ചിന്ത വേണം മരണത്തെക്കുറിച്ച്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ ഓർക്കണം എന്ന് പറയാതെ നമ്മളോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താ? അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കണമെന്നാണ്. ധാരാളമായി നിങ്ങൾ ഓർക്കണം. ദിക്റ ഹാദിമിൽ ലദാത്തിൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ അധികരിപ്പിക്കണം. എങ്ങനെയുള്ള മരണം? നിങ്ങളുടെ ദുനിയാവിന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും
ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹിയ, അല്ലാഹുവേ നിന്റെ നാമത്തിലാണ് ഞാൻ മരിക്കുന്നത്, നിന്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇത് ചൊല്ലിയിട്ട് കിടക്കുന്ന ഒരു മുസ്ലിം അവന്റെ രാത്രി മരണചിന്തയിലൂടെ കടന്നു പോകണം. ഉറക്കത്തിൽ നിന്ന് അവൻ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. മരണമാകുന്ന ഈ ഉറക്കത്തിൽ നിന്ന്, ഉറക്കം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മിനി മരണമാണ്, ചെറിയൊരു മരണമാണ്. മരണമാകുന്ന ഉറക്കത്തിൽ നിന്ന് നാളെ രണ്ടാമതൊരു ജീവിതത്തിലേക്ക് എന്നെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. പകൽ മുഴുവൻ ഈ മരണചിന്തയിലൂടെ അവൻ കടന്നു പോകണം. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ. ഒരു മുസ്ലിമിന്റെ ജീവിതം എങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. രാവും പകലും മരണചിന്തയില്ലാതെ ഒരു മുസൽമാന്റെ ജീവിതം കടന്നു പോകാൻ പാടില്ല. മരണപ്രാളം യാഥാർത്ഥ്യവും കൊണ്ടുവരപ്പെടുന്ന ഒന്നാണ്. ഒഴിഞ്ഞു മാറാൻ ആർക്കെങ്കിലും കഴിയുമോ? അതിൽ നിന്ന് തെന്നി മാറാൻ ആർക്കാണ് സഹോദരങ്ങളെ കഴിയുക? ഏതൊന്നിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നുവോ അതത്രേ ഇത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ഓതി തരികയാണ്. ഓടി പറയാൻ നമുക്ക് കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ ആയത്ത് എന്താണെന്നറിയോ? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നബിയെ പറയണം, ഓതി കൊടുക്കണം, തീർച്ചയായും നിങ്ങൾ പേടിച്ചോടി പോകുന്നതായ ആ മരണം നിങ്ങളുമായി അത് കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. ഒരു അപകടം ഉണ്ടാകുമ്പോ, ഒരു ദുരന്തം വരുമ്പോ, ഏതെങ്കിലും ഒരു അപകടം തന്നെ നേർക്ക് വരുമ്പോ പേടിച്ചുകൊണ്ട് മനുഷ്യർ അതിൽ നിന്ന് ഓടി ഓടി മറയാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, 15 ദിവസമായി ഒരു മനുഷ്യന് വേണ്ടി മാത്രം നമ്മൾ ചർച്ച ചെയ്യുമ്പോ വേറെ 10-20ഓളം ആളുകളുണ്ട്. അവർ എവിടെയാണ് അറിയില്ല. ആ നാട്ടുകാർ, ആ പ്രദേശത്തുകാർ, അവിടെയുള്ള ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നവർ, അതിന്റെ പരിസരത്തുള്ള വീട്ടുകാർ, സ്ത്രീകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അവരാരെങ്കിലും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഏതൊന്നിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുന്നു, അതാണിത്. നിങ്ങൾ പേടിച്ചോടിപ്പോകുന്നതായ മരണം നിങ്ങളുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും. പല ആളുകളും തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഇത് സംഭവിച്ചപ്പോ അത് വലിയ ട്രക്കാണ്, അതിന്റെ ബോഡി അത്രമാത്രം ശക്തമാണ്, ഒരു മണ്ണിടിച്ചിലൊക്കെ തടഞ്ഞു നിർത്താൻ ശക്തിയുള്ളതാണ് എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ തുടക്കത്തിൽ നമ്മൾ കേട്ടു. ഖുർആനിൽ ആയത്ത് നോക്കി നിങ്ങൾ, ഐനമാ തഖൂലു യുദ്രികുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട മണിമാളികകൾ, കോട്ടകൊത്തളങ്ങൾ, അതിന്റെ ഉള്ളിന്റെ ഉള്ളിലാണെങ്കിലും മരണം അവിടെ വന്ന് നിങ്ങളെ പിടികൂടും. നിന്റെ സമയമെത്തിയോ, മരണം അവിടെ വരും. ഖുൽ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി അവിൽ ഖത്ലി വഇൻ ലാ തുമതഊന ഇല്ലാ ഖലീല. ഖുർആന്റെ വചനമാണ്. അല്ലാഹു പറയാ, മരണത്തിൽ നിന്നോ കൊലപാതകത്തിൽ നിന്നോ ഉള്ള ഓടിപ്പോക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല. അല്പകാലത്തേക്കല്ലാതെ നിങ്ങൾക്ക് ജീവിത സുഖം നൽകപ്പെടുകയുമില്ല. എന്തായി പറഞ്ഞത്? നമ്മുടെ നേർക്ക് ഒരു അപകടം വരുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ ഓടി ചാടി തെന്നി മാറി കുതിരി മാറി, നമുക്കൊന്നും സംഭവിച്ചില്ല. നമ്മൾ എന്ത് പറയും? ഹോ, രക്ഷപ്പെട്ടു. ഖുർആൻ പറയാ, താൽക്കാലികം, കുറച്ച് നാളത്തേക്ക് മാത്രം, നിന്റെ സമയത്തിയില്ല, അതുകൊണ്ട് മാത്രം. മരണത്തിൽ നിന്നോ കൊലപാതകത്തിൽ നിന്നുള്ള ഓടിപ്പോക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയില്ല. അല്പകാലത്തേക്കല്ലാതെ നിങ്ങൾക്ക് ജീവിത സുഖം നൽകപ്പെടുകയുമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിത്തരികയാണ്. കഴിയില്ല നമുക്ക്. എവിടെയാണോ നിന്റെ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് അവിടെ നീ എത്തും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ എത്തിക്കും. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, ഇദാ അറാദല്ലാഹു ഖബ്ല റൂഹ അബ്ദിൻ ഫിൽ അർദി ജഅല ലഹു ഇലൈഹാ ഹാജതൻ. ഒരു മനുഷ്യന്റെ റൂഹിനെ ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് വെച്ച് പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ആ സമയമാകുമ്പോ ആ നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കും. ആ ആവശ്യാർത്ഥം ആ മനുഷ്യൻ ആ നാട്ടിലേക്ക് യാത്ര പോകുന്നു. അവിടെ എത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റൂഹിനെ പിടിക്കുകയാണ്. ആ സ്പോട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എത്തിക്കും. ആ സമയമെത്തിയാൽ, ദിവസമെത്തിയാൽ അങ്ങോട്ട് പോകേണ്ട സിമ്പിളായ ഉദാഹരണം പറഞ്ഞാൽ, ഈ മൂവാറ്റുപുഴയിലുള്ള ഏതെങ്കിലും ഒരു സഹോദരൻ
ആ സ്പോട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എത്തിക്കും. അവിടെ എത്തിയാൽ അവന്റെ മരണം അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകൾ അത് കൃത്യമായി വന്ന് നിർവഹിക്കണം. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്, അങ്ങനെയല്ല നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ തവഫത്തുഹു റുസുലുനാ, നമ്മുടെ ദൂതന്മാർ അവനെ മരിപ്പിക്കുകയാണ്, പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ്. വഹും ലാ യുഫരിദൂൻ, അവർ അതിൽ യാതൊരുവിധ വീഴ്ചയും വരുത്തുന്നതല്ല. മരണത്തെ അതിജയിക്കാൻ ലോകത്ത് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ലോകത്തെ കെടുകിടാതെ ഉറപ്പിച്ച എത്ര ഭരണാധികാരികൾ ഇവിടെ കഴിഞ്ഞുപോയി. ഞാനാണ് ദൈവം, ഞാനാണ് ആരാധ്യൻ എന്ന അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞ എത്ര ആളുകൾ എവിടെയാണ്? മണ്ണിനടിയിലാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. മരണത്തെ നാം നിങ്ങൾക്കിടയിൽ നിർണയം ചെയ്തു വച്ചിരിക്കുകയാണ്. അതിനെ ചാടിക്കടക്കാൻ, അതിനെ അതിജയിക്കാൻ, മുൻകടക്കാൻ, ആ വിഷയത്തിൽ അല്ലാഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾക്ക്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തിന്റെ രുചി അറിയും, സംശയമില്ലാത്ത കാര്യം. എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് നമുക്കറിയില്ല. അതാ പ്രവാചകൻ പറഞ്ഞത്, വഹയാതക ഖബല മൗതിക, മരണത്തിന് മുമ്പായി നിന്റെ ജീവിതം നീ പ്രയോജനപ്പെടുത്തണം. നമുക്ക് തോന്നും ഇനിയും കുറെ സമയമുണ്ടെന്ന്, ആരോഗ്യവാനാണെന്ന്. വേണ്ട, അങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ നമുക്ക് വേണ്ട. പ്രവാചകൻ പറഞ്ഞു, വസിഹതക ഖബല സഖമിക, രോഗത്തിന് മുമ്പായി നിന്റെ ആരോഗ്യം നീ പ്രയോജനപ്പെടുത്തണം. എപ്പോഴാണ് നമ്മൾ രോഗിയാവുക നമുക്കറിയില്ല. നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങൾ ഇന്ന് ഉള്ളിലുണ്ട് നമുക്കറിയില്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നായിരിക്കും ഇത് പുറത്തേക്ക് ചാടുക. ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്നു, ഏതെല്ലാം തരത്തിലുള്ള പുതിയ പുതിയ പനികൾ എത്രമാത്രം ഭീതിയോടുകൂടി പല പ്രദേശങ്ങൾ കടന്നു പോകുന്നു. ഇന്ന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാനായി ഒരു സഹോദരൻ വിളിച്ചു. 38 വയസ്സുള്ള ഒരു സഹോദരൻ, തൊണ്ടയിൽ ക്യാൻസർ വന്ന് വായിക്കകത്താകെ വികൃതമായി. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അദ്ദേഹത്തിന്റെ കാലിന്റെ തുടയിൽ നിന്ന് മാംസം എടുത്ത് അവിടെ വെക്കുകയാണ്. ഒരു തുടയിൽ നിന്നെടുത്ത് അത് മതിയാകാതെ രണ്ടാമത്തെ തുടയിൽ നിന്നും മാംസം മുറിച്ചെടുത്ത് തന്റെ വായിക്കകത്ത് വെച്ച് ആ നിലക്കുള്ള സർജറി എല്ലാം കഴിഞ്ഞ് 5 ദിവസം ICUവിൽ കിടക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ് 8 ദിവസം കഴിഞ്ഞിട്ട് ICUവിൽ ആ സഹോദരൻ പുറത്തിറങ്ങിയിട്ടില്ല. 2 കാലിൽ നിന്നും മാംസം എടുത്ത് 2 കാലും നിലത്തു കുത്താൻ കഴിയാത്ത അവസ്ഥ. 38 വയസ്സ് മാത്രം പ്രായം. ഭാര്യയും ഒരു കുട്ടിയുമുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കണ്ടേ, എപ്പോഴാണ് ഞാൻ രോഗിയാവുക, എപ്പോഴാണ് ഞാൻ മരിക്കുക? വീട്ടിൽ വെച്ചാണോ, യാത്രയിലാണോ, ആക്സിഡന്റിലാണോ, വെള്ളപ്പൊക്കത്തിലാണോ, മണ്ണിടിച്ചിലാണോ, പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണോ, എവിടെ വെച്ചാണോ അറിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്, അതാണ് ഖുർആന്റെ പ്രയോഗം. ഏത് ഭൂമിയിൽ വെച്ചാൽ നീ മരിക്കുക ഒരാൾക്കും അറിയില്ല. ലോകത്ത് നമുക്ക് ഒന്നേ അറിയാവൂ, മരിക്കുമെന്ന കാര്യം മാത്രം. അതുകൊണ്ട് മരണത്തിന് മുമ്പായി ജീവിതം നമ്മൾ നന്നാക്കി തീർക്കണം. നല്ല മനുഷ്യരായി മരിക്കാൻ നമുക്ക് കഴിയണം. ഈമാനോട് കൂടിയുള്ള മരണം. പ്രവാചകന്റെ ഒക്കെ പ്രാർത്ഥന, അല്ലാഹുവിന്റെ ആഖിബത്ത് നീ നന്നാക്കണേ, പര്യവസാനം നന്നാക്കണേ. എല്ലാ ഖുതുബയിലും അതിന്റെ തുടക്കത്തിൽ ഹംദും സ്വലാത്തും പറയുമ്പോൾ തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് നൽകിയിട്ടുള്ള ഒരു ആയത്ത് എല്ലാവർക്കും അറിയാം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ എന്ന പേരിട്ട മുസ്ലിമായി എന്നല്ല. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഇവിടുന്ന് മരിച്ചു പോകാൻ സാധിക്കണം. അതാ പ്രവാചകൻ പറഞ്ഞത്, മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരാ, കൽബിൽ തട്ടി പറയണം. അതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് മുസ്ലിം സമൂഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ ഗുലാം കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്ലാമിന്റെ മക്കളെ എങ്ങനെയാണ് നിങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുക? കാരണം വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളെയാണ് നീ കുടിയിരുത്തിയിട്ടുള്ളത്. ഒരുപാട് ആരാധ്യ വസ്തുക്കൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് നിന്റെ ഹൃദയത്തിൽ. എന്നിട്ട് പിന്നെ നീ നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവില്ല. നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ കൽബിനെ നീ ഒരു മസ്ജിദാക്കണം, പള്ളിയാക്കണം. ഏതുപോലെ കമാ ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ കരീം
വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ പോലെ പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. ആ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ വിളിയും അല്ലാഹുവോട് മാത്രമായിരിക്കണം. അതുപോലത്തെ പള്ളിയാക്കി നിന്റെ ഹൃദയത്തെ മാറ്റണം. നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ തേട്ടവും ഓരോ വിളിയും ഓരോ പ്രാർത്ഥനയും അല്ലാഹുവോട് മാത്രമായിരിക്കണം. എങ്കിലേ നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുള്ളൂ. എങ്കിലേ നമ്മുടെ മരണം ശരിയാവുള്ളൂ. മരിക്കാൻ നേരത്ത് പോലും ബദരീകളെ വിളിക്കുന്ന, CM പടവൂരിനെ വിളിക്കുന്ന, മറ്റേതെങ്കിലും തങ്ങന്മാരെ വിളിക്കുന്ന, ബദരീകളെ വിളിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. നിസ്കാരം ഉണ്ടാവും, സക്കാത്ത് ഉണ്ടാവും, നോമ്പുണ്ടാവും, ഹജ്ജ് ഉണ്ടാവും, ഉംറ ഉണ്ടാവും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദാനങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഒരു ഗുണവുമില്ല. അതുകൊണ്ട് പരലോകത്തവർക്ക് അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നമുക്ക് സാധിക്കണം. ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കണം. നല്ല ഒരു മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുവാനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عن عبد الله بن عمر رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما زال جبريل يوصيني بالجاني حتى ظننت أنه سيورثه. رواه البخاري ومسلم. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ സാല ജിബ്രീലു യൂസീനി ബിൽ ജാരി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് വസിയത്ത് നൽകിക്കൊണ്ടേയിരുന്നു, എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു, ബിൽ ജാരി അയൽവാസിയുടെ വിഷയത്തിൽ. ഹത്താ ഏതുവരെ എന്ന് ചോദിച്ചാൽ, ദനന്തു ഞാൻ വിചാരിച്ചു പോയി, അന്നഹു സയുവദ്ദിസുഹു എന്റെ അയൽവാസിക്ക് അനന്തരാവകാശം മുറിച്ചു കൊടുക്കേണ്ടി വരുമോ എന്ന് എനിക്ക് തോന്നി പോകുന്നത് വരെ അയൽവാസിയുടെ വിഷയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് വസിയത്ത് നൽകിക്കൊണ്ടേയിരുന്നു. ഇത്രയേറെ സ്ഥാനമാണ് ഇസ്ലാം അയൽവാസിക്ക് കൽപ്പിച്ചിട്ടുള്ളത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യുഅ്ദി ജാറഹു. ആര് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ അവന്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ, പീഡിപ്പിക്കാതിരിക്കട്ടെ. മറ്റൊരു പോലെ കാണാം, ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, തന്റെ അയൽവാസിക്ക് അവൻ നന്മകൾ ചെയ്തു കൊടുക്കട്ടെ. എവിടെയാണ് അയൽവക്ക ബന്ധം നാം ഇന്ന് കാത്തു സൂക്ഷിക്കുന്നത്? നിന്റെ അയൽവാസി പട്ടിണി കിടന്നാൽ, നീ വയറ് നിറയെ ആഹരിച്ചാൽ അവന് എന്നിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമ്മുടെ അയൽവാസിയുടെ ജാതി നോക്കണ്ട, മതം നോക്കണ്ട, ഗ്രൂപ്പ് നോക്കണ്ട, പാർട്ടി നോക്കണ്ട, കൊടിയുടെ നിറം നോക്കണ്ട, ഒന്നും നോക്കേണ്ടതില്ല. അയൽവാസി എന്ന പരിഗണന മാത്രം. അയൽവാസി പട്ടിണി കിടന്നാൽ നിന്റെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഞാൻ പട്ടിണി കിടന്നാലോ, നമ്മൾ പട്ടിണി കിടന്നാലോ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ദുനിയാവിനെ ബാധിക്കുന്ന കാര്യം. എന്റെ അയൽവാസി പട്ടിണി കിടന്നാൽ എന്റെ പരലോകത്തെ ബാധിക്കുന്ന വിഷയം എത്ര ഗൗരവമുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആദരിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, നബിയേ, ഒരു സ്ത്രീ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ഫർളായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അതിനു പുറമെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നു, അതിനു പുറമെ ഒരുപാട് ദാനധർമ്മം ചെയ്യുന്നു, കൂട്ടത്തിൽ അവൾ അയൽവാസിയെ ഉപദ്രവിക്കുകയും ചെയ്യാറുണ്ട്. ആ പെണ്ണിന്റെ അവസ്ഥ എന്താ? പ്രവാചകൻ പറഞ്ഞു, അവൾ നല്ലവളല്ല. നാം മറ്റൊരാളെ ഉപദ്രവിച്ചാൽ നമ്മുടെ നന്മകളായിരിക്കും അല്ലാഹു
നമ്മൾ ചെയ്യും, കൊടുക്കും, എന്നിട്ട് നമ്മൾ ചീത്ത പറയും. അല്ലെങ്കിൽ ആ ചെയ്തതിന് പേരിൽ ആ മനുഷ്യനെ നമ്മൾ ചൂഷണം ചെയ്യും. അതാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങളുടെ സ്വതക്ക നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, ബാത്തിലാക്കരുത്. എങ്ങനെ? കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ഉപദ്രവം ചെയ്തുകൊണ്ടും കൊടുത്തതിന്റെ പേരിൽ ഇടങ്ങേറാക്കിക്കൊണ്ടും നിങ്ങളുടെ സ്വതക്കകൾ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അയൽവാസിയെ സ്നേഹിക്കണം, അവരെ പരിഗണിക്കണം, അവരുടെ പ്രയാസങ്ങളിൽ ഇടപെടണം.